ഒരു പെണ്ണിനെ നീ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അവർ നിന്നോടെടുക്കുന്ന കരാർ ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ്. ആ കരാറാണ് നിന്നിൽ നിന്ന് അവരെടുക്കുന്നത്. നിന്നെ വിശ്വസിച്ചാണ് ഈ പെണ്ണിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് കരാർ എന്തെന്ന് നിനക്കറിയുമോ? ഒന്ന് ഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. ഈ പെണ്ണിനെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാനിതാ പ്രതിജ്ഞ എടുക്കുകയാണ്. എന്റെ ഭാര്യയായി എന്റെ ജീവിതത്തിലേക്ക് എന്നെ വിശ്വസിച്ച് കടന്നു വരുന്ന പെണ്ണ്, അവളെ ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാം അല്ലാ. അതാ വാക്ക്. അപ്പൊ അവൾ എന്തെങ്കിലും കുറവ് വന്നാൽ ഇത് അള്ളാഹയോട് കാണിക്കുന്ന വഞ്ചനയാണ്. മനസ്സിലായോ? ഏറ്റവും വലിയ വാക്കതല്ല ഇംസാക്കും ബിമഅറൂഫ്. നല്ല നിലയിൽ അവളെ ഞാൻ നോക്കിക്കൊള്ളാം. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ ഹൈദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബിയേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ പോറ്റേണ്ടത്? എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാരോട് വർത്തിക്കേണ്ടത്? എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ നിറവേറ്റേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൻതുതിഇമഹാ ഇദാ തഅംദ وتكسوها إذا اكتسيتا ولا تضرب الوجه ولا تقبح. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ സഹോദര, നീ കഴിക്കുന്നത് പോലെ നല്ല ഭക്ഷണം അവൾക്കും കൊടുക്കണേ, നീ ധരിക്കുന്നത് പോലെ നല്ല വസ്ത്രം അവൾക്കും വാങ്ങിക്കൊടുക്കണേ. അവളുടെ മുഖത്തടിക്കരുതേ, അവൾക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് സംസാരിക്കരുതേ. കണ്ടോ? ചിലപ്പോ ആദ്യത്തെ രണ്ട് നമ്മൾ ഓക്കെ ആയിരിക്കും. ഏത്? നല്ല ഭക്ഷണം കൊടുക്കും, നല്ല വസ്ത്രം, അവൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം നമ്മൾ വായിച്ചു കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും, നല്ല വസ്ത്രം വായിച്ചു. പക്ഷെ മൂന്നാമത് പറഞ്ഞാൽ അവളുടെ മുഖത്ത് നീ അടിക്കരുത്. അത് ചിലപ്പോ കുരു പൊട്ടുമ്പോ അടിച്ചു പോകും, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ പൊട്ടിപ്പോലെ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ നോക്കിയാലും പിടിച്ചാൽ കിട്ടൂല. എത്ര അതീത ആയത്തൊക്കെ പോയി ഞാനാണെങ്കിൽ തന്നെ പിടിച്ചാൽ ചിലപ്പോൾ കിട്ടൂല. സംഭവം തന്നെ പറഞ്ഞിട്ട് കാര്യം. നമ്മുടെ ശരീരം എങ്ങനെയാണ്, ഇതിനൊക്കെ പിടിച്ചാൽ കിട്ടുന്ന നബി തന്നെയൊക്കെ പറ്റുള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ ആണ് ഈ കെട്ടിയോന്മാരെടുത്ത് ചുമ്മാ ആവശ്യമില്ലാത്ത ചുമ്മാ വെറുതെ മണിങ്ങി ആവശ്യമില്ലാത്ത സംസാരം. ഇയാളുടെ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ കാലത്ത് നീ പോയിട്ട് ചുമ്മാ കുണവണ വർത്താനം പറയല്ലേ, അത് ചിലപ്പോ പിടിക്കൂല, അത് ചിലപ്പോ അയാൾക്ക് പിടിക്കൂല. നീ അത് സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് കേൾക്കൂല ഈ പണ്ടാരങ്ങള്. ഇത് പിന്നെ ഈ ചൊറിഞ്ഞ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 ൊ സിറ്റ് ഔട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെളിയിൽ പോയിരിക്കും. പിന്നെ അകത്ത് നിന്നോണ്ട് അറിയുമ്പോ കസേര എടുത്തോണ്ടാ പിന്നെ അകത്തോട്ട് കയറി വരുന്നത്. ലാസ്റ്റ് ഗതിയില്ലാതെ ഇത്രയൊക്കെ ഞാൻ ശ്രമിച്ചില്ല ഉസ്താദ്. അകത്തുനിന്ന് ഞാൻ വെളിയിറങ്ങി അവള് മിറ്റത്തിരിക്കാൻ സമ്മതിക്കുന്നില്ല. സൗണ്ട് ഞാൻ കസേര എന്തോ അതീത് എന്തോ അതീത് എന്തോ ഖുർആൻ പോ കുറെ അതീതും ഖുർആനും. പിന്നെ ചീത്ത വിളിക്കാത്ത ഖുർആനെ അതീത. ഇത് പ്രസംഗിച്ച ഉസ്താദക്കാളെ പരിസരത്ത് പോയാൽ കസേരയുടെ ഒരു കാലം നമ്മുടെ തലയിൽ. അവിടെ മസല പറയാൻ പോകരുത്. നമുക്ക് പോയിട്ട് വീട്ടിൽ വരാം. കാക്ക ഇൻഷാ അസ്സലാമു അലൈക്കും വരാം. പള്ളിയുടെ കഞ്ഞിയുടെ സിഗിരിവിന് വേണ്ടി വന്നതാണ്. പോയിട്ട് ഇപ്പൊ നിന്നാലേ നമ്മളെ ചിലപ്പം കഞ്ഞിയാവും. ഞങ്ങളത് പോവാണ്. ഇതാ നബി തങ്ങൾ പറഞ്ഞത്, ലാ യഫറഖു അഹദുകും ഇംറാതഹു. നിങ്ങൾ പെണ്ണുങ്ങളോട് ചൊറിഞ്ഞ വർത്താനം പറയരുതേ. അതേപോലെ പെണ്ണുങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചൊറിയുന്ന വർത്താനം നിങ്ങൾ പറയരുതേ. സംഭവം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. നമ്മളിത് മനസ്സിലാക്കാത്ത ഈ പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഒരു ഭർത്താവിന് നിന്റെ ഈ സംസാരം ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടാൽ നീ അത് നിർത്തിയേക്കണം പെണ്ണെ. ഒരിക്കലും പിന്നെ വീണ്ടും നീ ആവർത്തിക്കാൻ നിൽക്കരുതേ. ആ ഭർത്താവ് നിനക്ക് ഇനി അതിൽ പറഞ്ഞ് മനസ്സിലാക്കണോ? ആ നല്ല സമയത്ത് അദ്ദേഹം നല്ലതുപോലെ നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നീ അത് പറഞ്ഞു, പ്ലീസ് ഞാൻ ഒരു കാര്യം പ്ലീസ്, എന്റെ പൊന്നല്ലേ, എന്റെ തങ്കമല്ലേ, പ്ലീസ് ഒന്ന് കേൾക്കണം, ഒന്ന് കേൾക്കണം, പറ എന്താടി പറയടി സമാധാനായിട്ട്. അപ്പൊ റാഹത്ത്
ആയിഷ ബീവി റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോൾ നോക്ക് നബി തങ്ങളുടെ മുഖം എങ്ങനെ ഉണ്ടെന്ന് നല്ല ഹാലിലാണോ നല്ല ഞാനങ്ങോട്ട് പറഞ്ഞാൽ അവിടെ എഫക്റ്റീവ് ആവോ എങ്ങനെയുള്ള സാഹചര്യത്തിൽ നബി തങ്ങളോട് ആയിഷ ബീവി പറയുള്ളൂ. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ദുആ അർപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് നല്ല സന്തോഷവാനായിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി മെല്ലെ കടന്നു പോയിട്ട് പറഞ്ഞു, ഉദുല്ലാഹ ലീ, നബിയേ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ആയിഷ പറഞ്ഞ വാക്കെന്നറിയോ? ലമ്മാ റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്വീബ നഫ്സിൻ, നബി തങ്ങളുടെ നല്ല മുഖവും നല്ല സ്വഭാവവും ആ നല്ല അന്തരീക്ഷവും കണ്ട സമയത്ത് എനിക്കെന്തോ ഒരു സന്തോഷ വാർത്ത നബി തങ്ങളോട് പറയണമെന്ന് തോന്നി. അത് അങ്ങനെ വേണം നമ്മുടെ പെണ്ണുങ്ങൾ ചിന്തിക്കാൻ. നമ്മുടെ ഇക്കാൽ പറഞ്ഞാൽ പുറത്തുനിന്ന് ഭയങ്കര ടെൻഷൻ, ചിട്ടിക്കാരന്റെ ടെൻഷൻ, പലിശക്കാരന്റെ ടെൻഷൻ, ബാങ്കിലെ ലോണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പിള്ളേർ കാര്യങ്ങൾ നടത്താനും പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ നടത്താനും അയൽവക്കത്ത് ഹൗസ് വാമിങ് കല്യാണം, ഹൗസ് വാമിങ്, പെരസ്തോലിയും കല്യാണം, കറങ്ങി പടച്ചവനെ സൂര്യൻ കറങ്ങി തീർന്നാലും ഈ പണി കറങ്ങി തീരൂല. ഇതിന് ഇങ്ങനെ പൈസ ഒക്കെ സംഘടിപ്പിച്ചോണ്ട് വരണം. വല്ലാത്ത ടെൻഷനിൽ കയറി വരുമ്പോഴായിരിക്കും 2 കിലോ സ്വർണം മാറ്റിയെടുത്തായിരുന്നു കുടിഞ്ഞത്, ഞാൻ തന്നെ ഒടിഞ്ഞ പോലീസ് മാറ്റിയെടുത്തായിരുന്നു. എന്തായിരിക്കും അയാളുടെ അവസ്ഥ? എന്തായിരുന്നു ആ കയറി വന്നില്ല, സിറ്റ് ഔട്ടിൽ ഷൂഒക്കെ ഊരുന്നതേ ഉള്ളൂ, കയ്യിലൊക്കെ 2-3 ബാഗൊക്കെ ഇപ്പോട്ട് സംഭവം. എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു. ഖദീജ ബീവിയുടെ ഒരു പാഠമാണ് പെങ്ങളെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു പേടിച്ചൊരു ഭയവിഹ്വലത, ഒരു ടെൻഷൻ, ആ ടെൻഷനോടുകൂടി മഹ്മഹദിയായ ഖദീജ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാ. ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളുടെ ടെൻഷൻ കണ്ടപ്പോ ഒന്നും ചോദിച്ചില്ല, നേരെ പിടിച്ച് നബി തങ്ങളെ അവിടെ കിടത്തി, പാനോട്ട് കൊടുത്തു, പൊതിച്ചു മൂടി കട. ഒന്നും ചോദിച്ചില്ല, എന്ത് സംഭവിച്ചു, എന്താ പ്രശ്നം, എന്താ വേർതിരിക്കുന്നത്, എന്താ പറ്റിയത് അബീബ? കാരണം അതാണ് പെണ്ണ്. ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കണം. തമിഴില് പറയും, അകത്തിൽ അളവ് മുഖത്തിൽ തെരിയും. ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് മുഖത്തിൽ കണ്ടാൽ മനസ്സിലാവും. എന്റെ ഇക്കാക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്താ പ്രശ്നം, എന്താ വരുന്നുണ്ടാ, ഇന്ന് കട തുറന്നില്ല, ഇതാണ്ട് വരുന്നല്ലോ, എന്താ സംഭവം, എന്തോ ഉണ്ട് ഇക്കാക്ക്, പാവം അല്ലാഹ്, എന്റെ മുത്തിന് എന്ത് സംഭവിച്ചു പടച്ചോനെ, എന്റെ കരള എന്താ സംഭവിച്ചത് അല്ലാഹുവേ. പെട്ടെന്ന് വിളിച്ച് ഒന്നും ചോദിക്കണ്ട, പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചിരുത്തി കിടക്കുക, മോരും വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ റെഡിയാക്കി വെക്കുക, അവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഫാൻ 5-ലിട്ട് കൊടുക്കുക, റാഹത്തായിട്ട് അവിടെ ഇരുത്തുക, സമാധാനമായിട്ട് ഒന്നും പറയണ്ട, ഇക്ക അവിടെ 5 മിനിറ്റ് മിണ്ടാതെ അവിടെ റാഹത്തായിട്ട് ഇരുന്ന് മോരും വെള്ളം എല്ലാം കൊണ്ട് കൊടുക്കണം, സമാധാനമായിട്ട് കുടിച്ചിട്ട് മൊബൈൽ എടുക്കുമ്പോ എന്താ സംഭവിച്ചത് ചോദിക്കാം. അപ്പൊ ഇച്ചിരി ആള് ഡൗൺ ആയി ഫ്രീ ആയ നടത്താം. മൊബൈൽ എടുക്കുമ്പോൾ മനസ്സിലാക്കാമല്ലോ, അതൊരിക്കും മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ആയിഷ ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ടെൻഷൻ കണ്ടപ്പോ അങ്ങനെ കിടത്തിയിട്ട് സമാധാനമായിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് ഇരുന്നപ്പോ ചോദിച്ചു, എന്താ തങ്ങളെ സംഭവിച്ചത്? അല്ല ഖദീജ, ജിബ്രീൽ വന്നു, ഞാൻ അങ്ങനെ ടെൻഷൻ ആയിപ്പോയി, അങ്ങനെ പ്രശ്നം. അതിന്റെ പ്രശ്നം എന്താ? വരട്ടെ, ഇനി വന്ന ഞാൻ ഉണ്ടല്ലോ. ഇതാണ് സംഭവം, ഇതാണ് റൊമാൻറ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ. ഒരു ഭാര്യക്ക് ഒരു ഭർത്താവില്ലേ, ഒരു ഭർത്താവിനൊരു ഭാര്യയില്ലേ? ചുമ്മാ പറഞ്ഞാ മതിയോ, നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, നമ്മളൊന്നും ഒന്നുമല്ലടി, നമ്മളങ്ങും ഒന്നുമല്ല നമ്മളൊന്നും. നീ എന്റേതാണ്, ഞാൻ എന്റേതാണെന്ന് പകുതി അഡ്ജസ്റ്റ്മെന്റ്. അൽഹംദുലില്ലാഹ്, നിസ്ഫുല്ലൊക്കെ പകുതി നീ എടുത്തോ, പകുതി ഞാൻ എടുത്തോ, അങ്ങനെ റാഹത്തായിട്ട് നീ പാതി ഞാൻ പാതി എന്നാകുമ്പോ എന്ത് സന്തോഷമായിരിക്കും. ഇല്ല, നീ എന്തിനാ വിഷമം? ഒരു ഭാര്യയ്ക്ക് ഒരു വിഷമം വരുമ്പോ ഭർത്താവ് വന്നിട്ട് തലോടിയിട്ട് പറയണം, ആ പെണ്ണിന്റെ നിറകം തലയിലൊക്കെ ഒന്ന് തടവണം, ആ മുടി ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് തടവി കൊടുക്കണം. ഭർത്താവ് ഭയങ്കര സന്തോഷമായിരിക്കും. പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തല തടവി കൊടുക്കാൻ. ജീവിതത്തിൽ പനി വന്നിട്ട് അയാൾ തലയെ കൈവച്ചിട്ട് ഒരു ദുആ ഇരുന്നിട്ടില്ല, പിന്നെ ഇനി തല അടങ്ങാൻ പോകുന്ന അയാൾ മനസ്സിലായി ചെയ്തു കൊടുക്കണം.
അവർക്കൊരു സന്തോഷമാവും. അൽഹംദുലില്ലാ. നീ എന്തിനാ വിഷമിക്കുന്നവണ്ട? ഞാൻ ഇല്ല, എനിക്കെന്ത് പ്രശ്നം? നീ ഇയാൾക്ക് എന്തിനാ വിഷയം വന്നപ്പോ അവള് വന്നിരുന്നിട്ട് പറയണം ഇക്കെന്തിനാക്കാ വിഷമിക്കുന്നത്? അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമല്ലേ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അപ്പൊ ഇവള് ഈ ഇക്ക നോക്കുന്ന അവളുടെ താലിമാലയിലോട്ടാ. പരിഹാരം നാളെ ഇതിനകത്ത് കാണാൻ പറ്റും. മാഷാ അല്ലാഹ്. ഇവളുടെ അനുവാദം കിട്ടാനാ ഞാൻ ഇത്ര നാൾ നോക്കിയിരുന്നു. പഠിച്ചവനെ റബ്ബേ, ഇവളത് കിട്ടി പറഞ്ഞത് അല്ലേ? ഇത് പണയം വെക്കാൻ ഇതാണ് നോട്ടം. അങ്ങനല്ലേ സംഭവം നോക്കുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കി വിൽക്കാൻ ഭയങ്കര ഉഷാർ, അല്ലെങ്കിൽ പണയം വെക്കാൻ ഉഷാർ. തിരിച്ചെടുക്കൽ പരിപാടി ഇല്ല. ഒരു പോക്ക് അങ്ങോട്ട് പോക്കുള്ളൂ, തിരിച്ചില്ല സംഭവം. അങ്ങനെയല്ല. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കൈകൾ കൂട്ടിയിണക്കിയാൽ, രണ്ട് കൈകളും ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം വലിയ കാര്യമാണത്, എത്ര വലിയ മഹത്വമാണ്. നമ്മൾ എത്ര തൗബ ചെയ്യണം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവിന്റെയും കൈകൾ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾക്ക് ിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ, എന്റെ പൊന്നു സഹോദര സഹോദരി, നമ്മളത് പിടിക്കാറില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ പിടിച്ച അങ്ങനെ പാവം പൊറുക്കുന്ന നബി പറയുമ്പോ, അങ്ങനെ ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ നമ്മൾ പിടിക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം? നമ്മൾ എത്ര കൊല്ലം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ? ഇല്ല, പിടിച്ചിട്ടില്ല. പിന്നെ പിടിക്കാൻ, അടിക്കാൻ വേണ്ടി പിടിക്കും. ആ പിടുത്തം അതൊരു മൽപിടുത്തം. ആ പിടുത്തല്ല. നമ്മൾ സ്നേഹത്തോടു കൂടി. പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ത്രീകൾക്ക് അവരുടെ കയ്യിൽ നമ്മുടെ കൈ കൂടെ ചേർത്ത് വെച്ച് പിടിക്കുക. ചില പെണ്ണുങ്ങൾ നമ്മുടെ ഈ കൈയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഇക്കാളെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുക. ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോ അയൽവക്കത്തുള്ള പെണ്ണുങ്ങൾ തന്നെ അസൂയ. കിളവനും കിളവിയായിട്ട് ഹണിമൂൺ തീർന്നില്ല അവർക്ക് ഇതുവരെ. ഇപ്പോഴും പിടിച്ചോണ്ട് അങ്ങ് നടക്കുന്ന അസൂയ, ഭയങ്കര കുശുമ്പ്, മരുന്നില്ല ഈ കാലത്ത്. അവര് സന്തോഷത്തോടല്ല അവർ നടക്കുന്നത്. നിനക്കെന്താ അത്ര അസൂയ? അവർ സന്തോഷത്തോടല്ല നടക്കുന്നത്. അങ്ങനെ ചേർത്ത് കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി നടക്കുന്നവരുടെ പാവങ്ങൾ പൊറുക്കുന്നു നബി തങ്ങൾ പറയണമെങ്കിൽ അവരുടെ സന്തോഷത്തിന്റെ പേരിലെ പാവങ്ങൾ പൊറുക്കുന്നത് മനസ്സിലാക്കണം. ടെൻഷൻ മാറി കിട്ടൂലേ? എത്ര വലിയ ഭാഗ്യമാണത്. കൈകൾ തമ്മിൽ കൂട്ടിയിണക്കണം, ചേർത്ത് പിടിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, എപ്പോഴും നമ്മുടെ ശരീരവും അവരുടെ ശരീരവുമായിട്ട് ഒരു ടച്ചിങ് വേണം. മനസ്സിലായില്ലേ? ഇല്ല, ടച്ചിങ് ഇല്ല. ഇപ്പൊ ആ ടച്ച് വിട്ടിട്ട് മൊബൈൽ ടച്ചിലാണ് നമ്മൾ മൊത്തം മൊബൈൽ ടച്ചായി പോയതുകൊണ്ട് ഭാര്യയായിട്ടുള്ള ടച്ചിങ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളെ അങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് ചോദിച്ചു കാര്യം. അതേപോലെ ഒരു ഭർത്താവ് വരുമ്പോൾ നമ്മൾ അങ്ങനെ സമാധാനം ആദ്യം അദ്ദേഹത്തിന് കൊടുക്കണം, എന്നിട്ട് ചോദിക്കണം. അതേപോലെ ഭർത്താവ് നല്ല അവസ്ഥയിലായിരിക്കുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ ഭർത്താവിനോട് പറയാവൂ. അദ്ദേഹത്തിന്റെ നല്ല ഹാപ്പി, അദ്ദേഹം എപ്പോഴാണ് നല്ല ഹാപ്പിനെസ്, നല്ല അവസ്ഥയിലിരിക്കുമ്പോ, റാഹത്തായിരിക്കുമ്പോ നമ്മൾ അദ്ദേഹത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പതുക്കെ പറയണം. എങ്ങനെയൊക്കെ നമ്മൾ അവിടെ പോകണ്ടായേക്കാം, നമ്മൾ അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാലേ എന്തെങ്കിലും കൊടുക്കണ്ടായി. എങ്ങനെ കൊടുക്കാൻ പറ്റിയോ? പൈസ ഇല്ല, തരാന്ന് പറഞ്ഞത് തന്നതും ഇല്ല, കിട്ടിയതും ഇല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു നല്ല വാക്കെങ്കിലും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല അവസ്ഥയിലായിരുന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഉടനെ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമത മിൻ ദൻബിഹാ വമാ തഅഖറ വമാ അലനത വമാ സറത. അല്ലാഹുവേ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവളുടെ മുൻപിൻ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ, അവൾ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഹദിയായ ആയിഷയുടെ മുന്നിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തപ്പോ ആയിഷ ബീവി ചിരിയോട് ചിരി പൊട്ടി ചിരിക്കുകയായി. ഹബീബായ തങ്ങളുടെ മടിയിലേക്ക് ആയിഷ ബീവിയുടെ തല ചിരിച്ച് വീഴുകയായി. ചിരിച്ച് ആയിഷ ബീവി അങ്ങോട്ട് വീണു. നബി തങ്ങൾ വലിയ ദുആർക്കും കരയുന്ന നമ്മൾ കിട്ടുള്ളൂ, ദുആർക്കും ചിരിക്കും നമ്മൾ ആദ്യം. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, അല്ല ആയിഷ, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? എന്റെ ദുആയിൽ നിനക്ക് ഇത്ര വലിയ സന്തോഷോ? ആരാ ദുആ ചെയ്യുന്നത് നബിയെ? ലോകത്തിന്റെ പ്രകാശമല്ലേ, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ദുആയിൽ സന്തോഷിക്കാതിരിക്കുക?
ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു കാര്യം ഓർക്കണമെങ്കിൽ ആയിഷേ, എന്റെ ദുആയിൽ നീ എത്രത്തോളം സന്തോഷിക്കുന്നുവെങ്കിൽ വൈനല ദഅവതി ലി ഉമ്മതി, ഞാൻ ഓരോ സമയവും ഓരോ നമസ്കാര ശേഷവും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആ എടുക്കുന്നു? നമുക്ക് വല്ല സന്തോഷമുണ്ടോ ഹബീബേ? വല്ല സന്തോഷമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ദുആ എടുക്കുന്നു നമുക്ക് വേണ്ടി. റബ്ബി സല്ലിം ഉമ്മത്തി സല്ലിം ഉമ്മത്തി സല്ലിം, എന്റെ ഉമ്മത്തിനെ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത് ഓർക്കണേ, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ കാര്യം, എന്റെ ഉമ്മത്തികളുടെ ഭരണം, എന്റെ ഉമ്മത്തുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തിന്റെ കസേരയിൽ ആരാണോ കയറി തൂങ്ങിയത്, എന്റെ ഉമ്മത്തികളെ അധികാരത്തിന്റെ കസേര ഉപയോഗിച്ച് വേദനിപ്പിച്ചാൽ അല്ലാഹുമ്മ അശ്ഖുഖ് അലൈഹിം, പടച്ചവനെ നീ അവരെയും കഷ്ടപ്പെടുത്തണേ, വേദനിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ തട്ടത്തിലില്ല, തട്ടിക്കളയില്ല. വീണ്ടും നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ ഫറഫഖ ബിഹിം ഫർഫഖ ബിഹിം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ കാര്യം ഏതൊരു ഭരണകൂടമാണോ ഏറ്റെടുത്തത്, എന്നിട്ട് ആ ഭരണകൂടം ആ ഭരണീയരായ എന്റെ ഉമ്മത്തികളോട് കരുണയും സഹാനുഭൂതിയും ഉദാരതയും കാണിച്ചിട്ടുണ്ടോ, ആ ഭരണകൂടത്തെയും നീ ഉദാരത കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തു. വേദനിപ്പിച്ച അവരെ നീ വേദനിപ്പിക്കണം, ഇവരെ സഹായിച്ച അവരെ നീ സഹായിക്കണം. പേടിക്കണ്ട, വരും. നമ്മൾ ഇവിടുത്തെ പ്രശ്നം തീർക്കാം, മണിയറയിലെ പ്രശ്നങ്ങൾ തീർക്ക്, എന്നാൽ എല്ലാം റെഡിയായി കിട്ടും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നബിന റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സന്തോഷിച്ചു. എന്റെ പൊന്നുമങ്ങളെ, എന്റെ വാദ കേൾക്കാൻ ഇന്നവിടെ ഒരുമിച്ച് കൂടി എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇന്നേ വരെ നിങ്ങളുടെ ഭർത്താവിനോട് എനിക്ക് വേണ്ടി ഇക്ക ഒന്ന് ദുആ ചെയ്യുമോ ഇക്ക എന്ന് പറഞ്ഞ പെങ്ങന്മാരുണ്ടോ? ഒന്ന് ദ്വാരക്ക പ്ലീസ്, എനിക്കൊണ്ട് ഒന്ന് ദ്വാരക്ക. ചിലപ്പം ആശുപത്രി കൊണ്ടുപോകാൻ വേണമെങ്കിൽ ദ്വാരക്കാൻ പറയും, അല്ലാതെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു പെങ്ങള് ദ്വാരക്കാൻ വേണ്ടി തന്റെ ഭർത്താവിനോട് ഒന്ന് ദ്വാരക്കണേ. ചിലപ്പോ ഇരിക്കുന്ന 100-ലെ ഒരു 7% പറഞ്ഞു കാണും. ചിലപ്പോ അത്ര ഉണ്ടാവുള്ളൂ. അല്ല ഭൂരിപക്ഷം പറയൂലല്ലോ, ഇല്ല പറയൂല. എന്നാ നമ്മളോ അവളോട് പറഞ്ഞിട്ടുണ്ടോ, എടി എനിക്ക് വേണ്ടി ദ്വാരക്കണേടി? ചിലപ്പോ ഗൾഫിൽ പോകുമ്പോ പറയും ദ്വാരക്കണേടി, വിസയും പാസ്പോർട്ടും ഒക്കെ ഇൻഷാ അല്ലാഹ് ഒക്കെ പോയിട്ട് വരും. റാഹത്തായിട്ട് പോയിട്ട് ഒരു കുഴപ്പമൊന്നും സംഭവിക്കൂല, റാഹത്തായിട്ട് പോയിട്ട് വരും. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെങ്ങന്മാരെ ഒന്ന് ഓർമ്മിപ്പിച്ചത്, പെണ്ണുങ്ങളെ, നിങ്ങൾ ആദ്യമായി ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇക്കാമാർക്കാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേൾക്കണേ, സ്നേഹപൂർവ്വം യുവതികളോട് ഒരു ഹദീസ് ഇതാ വരികയാണ്. ഇദാ ഹർബത്തുൽ മർഅതു മിൻ ബൈതി സൗജിഹാ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. ലം തുഖ്ബൽ സലാത്തുഹാ ഹത്താ തർജിഅ ഇലാ ബൈതി സൗജിഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ. മടങ്ങി വന്നാൽ മാത്രം പോരാ, ഹത്താ തലഅയദഹാ ഫീ യദിഹി, മടങ്ങി വന്നിട്ട് തന്റെ കൈയെടുത്ത് ഭർത്താവിന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എന്നോട് പ്രവർത്തിച്ചോ, അവിടുത്തെ അനുവാദമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോയതാണിക്ക എന്ന് പറയാത്ത ഒരു പെണ്ണിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. പെങ്ങളെ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ വാളന് വരരുതേ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ ഷോപ്പിങ്ങിന് പോകരുതേ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ PTA മീറ്റിംഗിന് പോകരുതേ.
ഏത് കാര്യവും നിന്റെ ഭർത്താവിനോട് ചോദിക്കൽ സുന്നത്താണ്. ഇല്ല എങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ശേഷം നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ മഹദിയായ ആയിഷ ബീവിയോട് കുറെ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നു, അയ്യോ യാ ആയിഷ, അയ്യുമ ഇംറഅത്തിൻ സല്ലത്ത്, ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കരിച്ചിട്ട് സുമ്മ തദഊ ലിനഫ്സിഹാ, തന്റെ ശരീരത്തിന് വേണ്ടി തന്റെ തടിക്ക് വേണ്ടി അവൾ ആദ്യം ദുആ ചെയ്തു. സുമ്മ തദഊ ലിസൗജിഹാ, പിന്നീടാണ് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്തതെങ്കിൽ ലം തുഖബൽ സലാത്തുഹാ ഹത്താ തദഊ ലിസൗജിഹാ സുമ്മ തദഊ ലിനഫ്സിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ കുറെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആയിഷേ, ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ ഭർത്താവിന് വേണ്ടിയാണ് ആദ്യം അവൾ ദുആ ചെയ്യേണ്ടത്, രണ്ടാമതാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. അല്ലാതെ തന്റെ ഭർത്താവിനെ രണ്ടാം സ്ഥാനം നൽകിയിട്ട് രണ്ടാം കിട ഭർത്താവാക്കിയിട്ട് ആദ്യമായി അവൾ അവളുടെ ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ, ഏതൊരു നമസ്കാരത്തിന് ശേഷമാണോ അവൾ ദുആ ചെയ്തത്, ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല ആയിഷ. ആ നമസ്കാരം കൊണ്ട് അവൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല ആയിഷ. നബിയുനാ റസൂലുള്ളാഹി സ്ഥാനം കൂടുതൽ ഭർത്താവിന് വേണ്ടി ദുആ എടുക്കണമെന്ന് ആദ്യം ഭർത്താവിനുണ്ട് ദുആ എടുക്കണമെന്ന്. പക്ഷേ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ആദ്യം അവർക്ക് വേണ്ടിയാണ് ദുആ എടുക്കുന്നത്, ഭർത്താവിന് രണ്ടാം സ്ഥാനത്താണ്. വേണമെങ്കിൽ കാമുകന് വേണ്ടി ദുആ എടുക്കും ആദ്യം. അങ്ങനെ ചില സംഭവം ഈ സ്ഥലത്തിന്റെ വടക്കൻ തലയിലെ പെണ്ണുങ്ങൾ ചിലപ്പോ അങ്ങനെ എനിക്കറിയില്ല. 27 തലാഖാണ്, 27 തലാഖ് സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ തലാഖ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കുടുംബം, മഹത്വം, ഭർത്താവ്, ഭാര്യ ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ. എന്റെ ഭാര്യയെ ഞാൻ നല്ല നിലയിൽ നോക്കിക്കൊള്ളാമെന്ന് ഭർത്താവ് തീരുമാനിച്ച് അവളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കണേ. അങ്ങനെ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ ഭാഗത്തു നിന്ന് ഒരു ന്യൂനതകളും ഉണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കേവലം വസ്ത്രം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഭാര്യയ്ക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിനൊത്ത് ഭർത്താവ് ഒന്ന് നിന്നു കൊടുക്കണം. അത് ഭർത്താവിന്റെ കടമയാണ്, അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഭർത്താവ് വീഴ്ച വരുത്താൻ പാടില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങും, ഞാൻ മറ്റുള്ളവന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങുകയില്ല. പക്ഷേ എന്നെ സമീപിക്കാൻ, എന്നെ പ്രാപിക്കാൻ എന്റെ ഭർത്താവ് വരുമ്പോ അഴുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട്, അഴുക്ക് വേഷത്തോടെ, വൃത്തിയില്ലാതെ, വൃത്തിഹീനമായ അവസ്ഥയിൽ എന്റെ ഭർത്താവ് എന്നെ പ്രാപിക്കാൻ വന്നാൽ എനിക്കത് ഇഷ്ടമില്ല എന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് അങ്ങനെയുള്ള അഭിപ്രായമുണ്ടെങ്കിൽ, എന്റെ പൊന്നിക്കാമാരെ, കുളിച്ച് വൃത്തിയായി മിസ്കും പുരട്ടിയിട്ടല്ലാതെ അവളുടെ ബെഡ്റൂമിലേക്ക് നീ പ്രവേശിക്കരുതേ. നമ്മളെ മാത്രം ഇതമ്മ കൊട്ടപ്പാക്ക് കച്ചവടം നടത്തിയിട്ട്, കള കച്ചവടം നടത്തി, ഇറച്ചി കച്ചവടത്തിൽ മീൻ കച്ചവടം നടത്തിയിട്ട് ചുമ്മാ ആ തോട്ടിൽ കൈയും കാലും മാത്രം ഒന്ന് കഴുകിയിട്ട് ഒരു മാസം പോട്ടിട്ട് ഇവിടെ വന്നിട്ട് രാത്രി അവളുടെ മുറി കയറാൻ പോയാൽ ചുമ്മാ കശത്തിന്ന് വാടിക്കുന്നു, അവിടെ വാടെടുക്കുന്നു, ഇവിടെ വാടെടുക്കുന്നു, ചുമ്മാ കുളിച്ചതുമില്ല, ഇവക്കുമുള്ള വന്ന റാഹത്തല്ല പെട്ടെന്ന് അങ്ങ് പോകാൻ ചെയ്യും. അതുകൊണ്ടാണ് ഇയാള് കുളിച്ചിട്ട് നല്ല ഊതൊക്കെ മേടിച്ചു വെക്കണം. അത്ര നല്ല മിസ്ക്, വൈറ്റ് മസ്ക് വാങ്ങിച്ചു വെക്കണം. അതൊക്കെ ഈ കശത്തിലും ഇവിടെ ഒക്കെ ഒന്ന് പെരട്ടണം. കുളിച്ചിട്ട് മണം വേർക്കുമ്പോ നല്ല മണായിരിക്കും. അതല്ല അറബികള് കുളിച്ചില്ലല്ലോ എന്താ ഈ സാധനം പറ്റിയാതി നല്ല മണല്ലേ. എന്താ മണ? സായിപ്പന്മാരൊക്കെ വന്ന് കിടക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചോണ്ട് പോയാൽ മതി. 12 മണിക്ക് ഉച്ചക്ക് ഭയങ്കര വേറെ നാട്ടടിക്കുമ്പോ സായിപ്പ് മാതാമ പോകുമ്പോ നല്ല മണമാണ്. എന്നാ കുളിച്ചോ? തൂറിയ കഴിവത്ത് പോലും ഇല്ല, എല്ലാം ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കില്ല. അവർക്ക് അതാണ്. പിന്നെ നിങ്ങൾ തമാശ ചൈനപ്പോ നമ്മൾ അനുഭവിച്ചതാ. എന്റെ റബ്ബേ, അവിടെ വെള്ളമൊന്നുമില്ല. സംഭവം സൂക്ഷിച്ചു പോണം. പോയി ഓടിപ്പോയി കൂടെ കക്കൂസിങ് ഇരുന്നേക്കല്ലോ സംഭവം. കാരണം അവിടെ ഒന്നും അതില്ല.
യൂറോപ്യൻ സിസ്റ്റങ്ങൾ അവിടെ എല്ലാം വെള്ളമൊന്നും ഇല്ലാത്ത സിസ്റ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സ്ഥലം മണം. അപ്പൊ നമ്മൾ അങ്ങനെ നല്ല വസ്ത്രം ധരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം. അതൊക്കെ ചില പെണ്ണുങ്ങൾക്ക് ഒരു ഇഷ്ടം വരും. അതേപോലെ തിരിച്ചു ഒരു ഭാര്യ ഭർത്താവിനരികിലേക്ക് പോകുമ്പോ കുളിച്ചു സുന്ദരിയായി വെടിപ്പോടെ വൃത്തിയായിട്ട് രാത്രി ഭർത്താവിനെ സമീപിക്കാൻ പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല അത്തർ പൂശിയിട്ട് ഭർത്താവിന്റെ മുന്നിലേക്ക് വരണേ. അതും ഭാര്യയുടെ കടമയാണ്. രാത്രി കുളിക്കാൻ പോകുന്ന ജോലിയൊന്നുമില്ല. പിന്നെ വണ്ടാരയുടെ കാരണം കിളവന്റെ അടുത്ത് തന്നെ കുളിക്കാൻ പോകില്ല. പിന്നെ വലിയ കാര്യമായി പോയി. ഇങ്ങനെയൊക്കെ മതി, വേണമെങ്കിൽ പറ്റിയെങ്കിൽ പറ്റിയതില്ലേ പഴയോക്ക്. അതാണ് പ്രശ്നം. ഒരു ഭർത്താവിനെ അപേക്ഷിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഒരു ഭാര്യയോടൊരു സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളത് കൂടുതൽ അവളാണ്. ആ മിഷനൊക്കെ അവളാണ് തീരുമാനിക്കേണ്ടത്. ഇത് ചുമ്മാ 24 മണിക്കൂർ അടുക്കളയ്ക്ക് പോയി പണിയെടുത്ത് മറ്റേ ടിഷ്യൂ ബോംബും വെച്ച് ആ ശരീരം എല്ലാം ആ പിന്നെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നുള്ള തീ അടിച്ചടിച്ചടിച്ച് ഈ കൂടെ എല്ലാം കരിഞ്ഞ് ഈ ഇതെല്ലാം കരിഞ്ഞ് മൊത്തവും കരിഞ്ഞ് എല്ലാം ഫുൾ ടൈം അടുക്കളക്കകത്ത് കിടന്ന് ഈ പണിയെടുത്ത് നമുക്ക് നമ്മുടെ ഭാര്യ കാണുമ്പോൾ ഒരു റാഹത്ത് തോന്നണ്ടേ? കാണുമ്പോ തന്നെ നമുക്കൊരു മനസ്സ് തോന്നണ്ടേ? ഒരു സന്തോഷം തോന്നണ്ടേ? ഇത് കണ്ണും കുഴിഞ്ഞ് കവിള് പൊട്ടി ഒരുമാതിരി തിന്നാനും കുടിക്കാനും ഇല്ലാത്ത എല്ലാമാതിരി NRC-ക്കാരെ പിടിച്ചുകൊണ്ടിടുന്ന പോലെ തടവിൽ നിന്ന് വന്നതുപോലെ എന്ത് നീ ഇങ്ങനെ നല്ലപോലെ തിന്നാത്ത? നമ്മുടെ ശരീരം കുറച്ച് നോക്കണം പെങ്ങളെ. ഒരു ഭർത്താവിന് നിന്നെ കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം, അതുണ്ടാകണം. അതിന് ശരീരം പെണ്ണുങ്ങൾ നോക്കണം. പെണ്ണുങ്ങൾ ശരീരം നോക്കാറില്ല. നമ്മ കുറെ ഇങ്ങനെ വെച്ചോളം ഇങ്ങനെ തിന്നും കൊടുത്തിരിക്കണം. നല്ല ഡ്രസ്സ്, നല്ല വസ്ത്രം, നല്ല അത്രയൊക്കെ പൂശിയിട്ട് ഭർത്താവിന്റെ മുന്നിൽ പോകണം. പുറത്തും പത്രമൊന്നും പൂശണ്ട. അത് നാറ്റം അടിക്കുന്ന വേഷത്തിൽ പോകണം. അപ്പൊ ആരെങ്കിലും അടുത്ത് യോ ചെമ്മരിയാട് എന്റെ പഠിച്ചവനെ വേണ്ട, ഇവരുടെ സാധാരണ ജീവിതത്തിൽ കുളിക്കത്തില്ലടാ, അങ്ങനെ വേണം. അതാ പുറത്ത് പോകുമ്പോ ഭർത്താവിന്റെ അടുത്ത് വരുമ്പോ പറ്റൂല. അത് കസ്തൂരിമാൻ വരുന്ന പോലെ വരണം. അത് ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ വരാൻ പറ്റൂല. അങ്ങനെ വരണോ? അപ്പൊ പ്രശ്നം തീരും കുടുംബത്തിൽ അങ്ങോട്ട്. എന്നിട്ടോ ഭാര്യ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോ അവരുടെ രണ്ടുപേരുടെയും തൃപ്തി നിങ്ങൾ പരിഗണിക്കണേ. അങ്ങനെ പരിഗണിക്കാത്തവൻ വിശ്വാസി അല്ല എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് കുടുംബ പ്രശ്നം ഉണ്ടാകാനുള്ള 70% കാര്യങ്ങളും രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ഒരു തൃപ്തിയില്ല. പക്ഷേ അതൊരു പെണ്ണിന് പറയാൻ ലജ്ജയാണ്. എങ്ങനെയാണ് അവതരിപ്പിക്കുക, എങ്ങനെയാണ് അത് പറയുക? അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, എന്നെ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായോ? അതേപോലെ ഭർത്താവും ചോദിക്കട്ടെ, സഹോദരന്റെ പൊന്നെ എന്നെ കൊണ്ടും നിനക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കണേ. അതാണ് ഇസ്ലാം. അതവിടെ ചോദിക്കുന്നത്. അതൊന്നും അങ്ങനെ ചോദിക്കില്ല. പോവുക, കാര്യം കഴിക്കുക, എഴുന്നേറ്റ് പോവാന്നുള്ള അല്ലാതെ മിണ്ടൽ പോലുള്ള സംസാരം ഇല്ല, ഒന്നുമില്ല. നാളെ കാണാം, വീണ്ടും സന്ധിക്കും വരെ വണക്കം നേയர்களே. അസ്സലാമു അലൈക്കും. ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധ റാഹത്താകാൻ കെട്ടുറപ്പ് നബിതങ്ങൾ പറഞ്ഞത്. ഒരു ഭാര്യ വെറുതെ വഴക്കുണ്ടാക്കൂല ഒരു ഭർത്താവിനോട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ഭർത്താവ് വെറുതെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കൂല. തന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാകണം ഭാര്യ. ഭാര്യയുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാകണം ഭർത്താവ്. അതാണ് ഭർത്താവ്. നബിയുനാ റസൂലുള്ളാഹി തആലയാണ് ഭാര്യയെ ബഹുമാനപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അലിയാർ തങ്ങൾക്കാണ്. അലി റളിയല്ലാഹു തആല അൻഹുമായുള്ള വിവാഹ ബന്ധ ജീവിതത്തിൽ ഇടയിൽ ഒരുപാട് പൊട്ടലും ഉരസലുകളും ഒക്കെ അവർക്കിടയിലും ഉണ്ടായി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവിയോട് ദേഷ്യപ്പെടുമായിരുന്നു. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളോട് പോയി പരാതി പറയുകയുണ്ടായി. ഉപ്പാ, എന്റെ ഭർത്താവ് എന്നോട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മരുമകനെ വിളിച്ച് ദേഷ്യപ്പെട്ടില്ല, മരുമകനെ വിളിച്ച് ചോദിച്ചില്ല. പിന്നെയോ പൊന്നുമോള് ഫാത്തിമ, അവിടെ ഇരിക്കും മകളെ, നിന്റെ ഉപ്പ നിന്നെ ഒന്ന് ഉപദേശിക്കട്ടെ. മോളെ ഫാത്തിമ, ഈ ഉപ്പ പറയുന്നത് നീ ഒന്ന് കേൾക്കണേ മകളെ. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്തെന്ന് പറയട്ടെ. ഒരു ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ ഒരു ഭാര്യയ്ക്ക് വീഴ്ച സംഭവിക്കലാണ് മകളെ. അലി നിന്നോട് ദേഷ്യപ്പെടണമെങ്കിൽ നിന്നിൽ നിന്ന് അലിക്ക് തൃപ്തിയായിട്ടില്ല.
നമ്മൾ നേരെ എന്താ ചെയ്യാ? നമ്മൾ നേരെ മരുമോനെ അടിക്കാൻ പോകും. മോൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. മോള് വന്ന് പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. വീട്ടിൽ കിടന്ന് വളർന്ന് വാപ്പന്മാരുടെ കീഴിൽ കിടന്ന് വളർന്ന് എല്ലാ അരുത്തിയും വാത്സല്യവും ഒക്കെ കൂടിയപ്പോ ഈ പെണ്ണുങ്ങൾ പറയുന്ന ഈ വാപ്പ കേൾക്കുള്ളൂ. ഈ പെണ്ണ് പറയുന്ന വാപ്പ കേൾക്കുള്ളൂ. മരുമോന്റെ ഭാഗം എന്താണെന്ന് ശ്രദ്ധിക്കൂല, അല്ല പെണ്ണിന്റെ ഭാഗം ശ്രദ്ധിക്കൂല. എന്താ പെണ്ണിന്റെ തെറ്റൊന്നുമല്ല. ഉടനെ ഇയാളെ വിളിച്ചിട്ട് 101 പവനും വണ്ടി മര്യാദയോടെ കൊണ്ടുണ്ടല്ലോ അടിച്ച് ശരിയാക്കളെ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്നത്. ആദ്യം പെണ്ണ് വിളിക്കണം, മോളെ എന്താ പ്രശ്നം? നമ്മൾ ഉപദേശിച്ചു കൊടുക്കണോ? ഒരു ഭർത്താവിന് ഇഷ്ടമുള്ള സമയത്തൊക്കെ വന്ന് അയാളുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണ്ടേ? അയാൾ വരുന്ന സമയത്ത് ഇവിടെ ചാറ്റിക്കൊണ്ടിരുന്ന പിന്നെ ഏത് ഭർത്താവിനെ ഇഷ്ടപ്പെടും? അയാൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും. ആ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തനിക്ക് ഭക്ഷണം വിളമ്പി തരണം. ആ ഭക്ഷണം വിളമ്പി തരുമ്പോൾ അവള് ചാറ്റിങ് ഇതാണ് അവിടെ ഇരിപ്പുണ്ട്, അവിടെ എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ട ഒരു അത്യാവശ്യമായിട്ട് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് ഞാൻ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് പെട്ടെന്നാട്ട് അതെടുത്ത് തിന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞു 1-2 പ്രാവശ്യമൊക്കെ ശ്രമിക്കുക. എപ്പോഴും ഇന്റർവ്യൂ എടുക്കാൻ അവള് പോയാൽ എന്തോ ഇയാൾക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ളതായത്. ഇവള് പിന്നെ വേറെ ഇന്റർവ്യൂവിന് പോയാൽ പിന്നെ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യും? സംഭവം ആകെ പ്രശ്നങ്ങളായി പോകൂലേ?